കൽപ്പണിക്കാരനായ രാജീവാണ് കല്യാണ വീട്ടിലെ വൈറലായ ഫെയർ ആൻഡ് ലവ്ലിയെ പാട്ടുകാരൻ. ആ പാട്ടിനു പിന്നിലൊരു കഥയുണ്ട്, രാജീവിന്റെ കഥ. കല്യാണ വീട്ടിലെ ഒറ്റ പാട്ടിലൂടെ ലോകമറിഞ്ഞ രാജീവിന്റെ കഥ കേൾക്കാം ഇനി. സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഈ പാട്ടുകാരനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിലെല്ലാം. ഇതാണ് ആ വൈറൽ പാട്ടുകാരൻ. മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറ ഔനിക്കാടിലെ സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരനായ കൽപ്പണിക്കാരൻ രാജീവ്. സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി മൈക്ക് കയ്യിലെടുക്കുമ്പോൾ രാജീവ് അറിഞ്ഞിരുന്നില്ല മുൻപത്തെ പോലെയല്ല ചരിത്രത്തിലേക്കാണ് താൻ മൈക്ക് കയ്യിലെടുക്കുന്നതെന്ന്. വിവാഹ വീട്ടിലെ പാട്ട് വൈറലായത് ഇങ്ങനെയാണ്. കൂട്ടുകാരൻ്റെ മകൻ്റെ വിവാഹത്തിന് പോയപ്പോൾ എല്ലാവരും പാടാൻ നിർബന്ധിച്ചു. ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തിയത് എന്നും നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്ന ഫെയർ ആൻഡ് ലവ്ലിയെ എന്ന ഒരു കാലത്തെ യുവാക്കളുടെ ഹാരമായ പാട്ടും. പിന്നൊന്നും നോക്കിയില്ല, തകർത്തുപാടി. ഞാൻ ഗാനമേള എവിടെ ഉണ്ടെങ്കിലും അവിടെ ഞാൻ ഉണ്ടാവും. കാരണം പാട്ടിനോട് അത്ര ഇഷ്ടമാണ്. പിന്നെ അവിടെ നിന്നപ്പം എല്ലാവരും നിർബന്ധിച്ച് ഒരു പാട്ട് പാടിച്ചു. ആ പാട്ട് ഞാൻ തമിഴാണ് പാടിയത്. പിന്നെ 2-3 പാട്ടൊക്കെ പാടി. കല്യാണം കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്ന് കുട്ടികളൊക്കെ സംസാരിച്ച് പിന്നെ കുട്ടികൾ അറിയിച്ചപ്പോഴാണ് ഞാൻ ഈ സംഗതി ഇത് വൈറലായതും വീഡിയോ എടുത്തതൊക്കെ അറിയുന്നത്. ഞാൻ തീരെ അറിഞ്ഞില്ല. എന്താണ് രാജീവിന് ഈ പാട്ടിനോടുള്ള അത്രമേൽ വലിയ മുഹബത്ത്? അതിനു പിന്നിലും ഒരു കഥയുണ്ട്. മുൻപും ഇതേ പാട്ട് രാജീവ് പാടിയിട്ടുണ്ട്. മരക്കാട്ടിരി ക്ഷേത്രത്തിലെ ഗാനമേളയ്ക്ക് അന്നത്തെ ഹിറ്റ് ഗാനമേള ഗായകൻ പൊള്ളാച്ചി മുത്തു എന്ന ഗായകനൊപ്പം സ്റ്റേജിൽ. ആ കഥ രാജീവ് ഓർത്തെടുക്കുന്നത് ഇങ്ങനെ. പൊതുവെ എനിക്ക് പാട്ടിനോട് വളരെ ഇഷ്ടമുള്ള ആളാണ്. സാധാരണ അധികവും പിന്നെ കല്യാണ വീടുകളാണ് ഞാൻ പാടാറ്. അപ്പോൾ തമിഴ് പാട്ടിനോട് ഇഷ്ടം. ആ പാട്ട് പഠിക്കുമായിരുന്നു. പിന്നെ ഒരു മെഗാ പരിപാടി നടന്നുകൊണ്ടിരിക്കെ അവിടെ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഗായകൻ എൻ്റെ അടുത്ത് വരികയും അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പാട്ട് ഞാൻ പാടുകയും പാട്ട് എനിക്കറിയായിരുന്നു. പാട്ട് പാടുകയും മൈക്ക് അദ്ദേഹം എനിക്ക് തരികയും ആ പരിപാടി പാട്ട് അവസാനിക്കുക വരെ ഞാനാണ് പാടിയത്. മരക്കാട്ടിരി ക്ഷേത്രാങ്കണത്തിൽ യേശുദാസിൻ്റെ സൗണ്ടുള്ള സാറിൻ്റെ രതീഷ് സാറിൻ്റെ പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ വേദിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ കുട്ടി പാട്ട് പാടി പിന്നെ പുറത്ത് വന്നപ്പോൾ ഞാൻ കൂടെ നിന്ന് പാടി കൊടുത്ത്. അപ്പോൾ അയാൾക്ക് പിന്നെ പാട്ട് മനസ്സിലായിട്ടാണ് തോന്നുന്നത് മൈക്ക് എനിക്ക് തരികയാണ്. വിവാഹ ചിത്രങ്ങൾ പകർത്താനെത്തിയ അശ്വിനാണ് രാജീവിൻ്റെ വീഡിയോ പകർത്തിയത്. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റും ചെയ്തു. ഇതൊന്നും പക്ഷേ സ്മാർട്ട് ഫോൺ പോലും കയ്യിലില്ലാത്ത രാജീവ് അറിഞ്ഞില്ല. മകനാണ് സോഷ്യൽ മീഡിയയിൽ പാട്ട് കണ്ട് അച്ഛനെ കാണിച്ചതും മകൻ തന്നെയാണ് സുഹൃത്തായ അശ്വിനെ വിളിച്ച് പാടുന്നത് തൻ്റെ അച്ഛനാണെന്ന് വെളിപ്പെടുത്തിയതും. ഇതൊന്നും അറിയാതെ ആ രാത്രിയും രാജീവ് സുഖമായി ഉറങ്ങി. രാവിലെയാണ് വൈറലായ കഥ രാജീവ് അറിഞ്ഞത്. കുട്ടിക്കാലം മുതൽ രാജീവിന് പാട്ടിനോട് താല്പര്യമുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴെല്ലാം കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ട്. എന്നാൽ ശാസ്ത്രീയമായി പാട്ട് അഭ്യസിച്ചിട്ടില്ല. രാജീവ് പാടുന്ന വീഡിയോ ഇതുവരെ 35 ലക്ഷം പേരാണ് അശ്വിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ടത്.